തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം പൂർണ്ണമായും വ്യക്തമായത് ഇന്നലെയാണ്. അതോടുകൂടി ഇപ്പോൾ പല വിമതരെയും പിൻവലിക്കാനായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വിമത ഭീഷണി എല്ലാ മുന്നണികൾക്കും ഉണ്ട് എന്ന ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ എന്ന് കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം ഇപ്പോഴത്തേത് എന്നത് വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താൻ കഴിയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു സൂചകം തന്നെയായിട്ടായിരിക്കും ഈ ഫലം കണക്കാക്കുക. അപ്പോൾ അത്രമേൽ പ്രാധാന്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വിമതരെ ഒഴിവാക്കാൻ ഉള്ള, വിമതരെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വ തരത്തിലുള്ള പ്രവർത്തികളും എല്ലാ മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരുമ്പോഴും എല്ലാ മുന്നണികൾക്കും ഭീഷണിയായി വിമതർ രംഗത്ത് ഉണ്ട് എന്നതാണ് സാഹചര്യം. ഒന്നാം ഘട്ടം 9-നും രണ്ടാം ഘട്ടം 11-നും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വർദ്ധിച്ച വീര്യത്തോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, പ്രചരണ രംഗത്തേക്ക് സ്ഥാനാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞ സാഹചര്യമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിലും എല്ലാവരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നത് ഈ വിമതർ എത്ര വോട്ട് പിടിക്കും, അങ്ങനെയാണെങ്കിൽ ഫലത്തിൽ എന്ത് മാറ്റിമറിച്ചിലുകൾ സംഭവിക്കും എന്നതാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ ആശങ്കയിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിമത സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്, അത് മുന്നണികളുടെ ജയപരാജയങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്ന ആശങ്ക പ്രധാനമായുമുണ്ട്. ഒരു വിലയിരുത്തൽ പോലും നടത്താൻ പറ്റാത്ത തരത്തിൽ വിമതർ പലയിടങ്ങളിലും സാന്നിധ്യമായിരിക്കുകയാണ്. 14 ജില്ലകളിലായി ഏതാണ്ട് 456 വിമതരാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് മത്സര രംഗത്തുള്ളത്. 14 ജില്ലകളിൽ 456 വിമതർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ മത്സര ഫലം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കൂടുതൽ വിമതർ ഉള്ളത് പാലക്കാടാണ്. 69 വിമതർ പാലക്കാട് മാത്രമുണ്ട്. മുന്നണികളിൽ ഏറ്റവും കൂടുതൽ വിമത ശല്യം നേരിടുന്നത് UDF തന്നെയാണ്. 267 വിമതരാണ് ഈ 14 ജില്ലകളിലായി UDFനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നത് കാണണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾ, അവിടങ്ങളിൽ അതിരൂക്ഷമാണ് വിമതശല്യം. അതിൽ ഏറ്റവും രൂക്ഷമായി വിമതശല്യം ഉള്ളത് പാലക്കാടാണ്. തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിലെയാണ് ഈ വിമതശല്യം ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ തന്നെ നോക്കിയാൽ തിരുവനന്തപുരത്ത് LDFന് ഭീഷണിയായി 22 വിമതരാണുള്ളത്. UDFന് ഭീഷണിയായി 39 പേർ. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് ഒരുക്കം തുടങ്ങിയത് UDF ആണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തി പതിവിലും വേഗത്തിൽ UDF രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. KS ശബരിനാഥനെ പോലെ MLA ആയിരുന്ന ഒരു വ്യക്തിയെ ഇറക്കി മത്സരത്തിൽ ആദ്യം തന്നെ കളം പിടിക്കുന്ന UDFനെയാണ് നമ്മൾ കണ്ടത്. ആ മുന്നൊരുക്കങ്ങൾ നടത്തിയ UDFനാണ് 39 ഇടത്ത് തിരുവനന്തപുരത്ത് വിമതർ ഭീഷണി ഉയർത്തുന്നത് എന്ന് നമ്മൾ കാണണം. NDAക്ക് 7 വിമത സ്ഥാനാർത്ഥികൾ. NDA സംബന്ധിച്ച് അവർ പ്രതീക്ഷ പുലർത്തുന്ന കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള ഇടമാണ് തിരുവനന്തപുരം. അവിടെ 7 ഇടത്ത് NDAക്ക് ഭീഷണിയായി വിമതരുണ്ട്. കൊല്ലത്ത് LDFന് 13 വിമതർ, UDFന് 19 വിമതർ. NDAക്ക് തൽക്കാലം എന്തായാലും കൊല്ലത്ത് ഭീഷണിയില്ല. ആലപ്പുഴയിലേക്ക് വന്നാൽ LDFന് 34 ഇടത്താണ് വിമത ഭീഷണിയുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിമതർ വെല്ലുവിളി ഉയർത്തുന്നത് LDFന് തന്നെയാണ്. UDFനെ സംബന്ധിച്ച് 19 ഇടത്ത് വിമതർ ഭീഷണിയാണ്. UDFനെ സംബന്ധിച്ച് 26 ഇടത്താണ് ആലപ്പുഴയിൽ വിമത ഭീഷണിയുള്ളത്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ LDFന് 6, UDFന് 8, NDAക്ക് 1 എന്നതാണ് അവിടുത്തെ വിമതരുടെ നില. കോട്ടയത്ത് LDFന് 13, UDFന് 21, NDAക്ക് 7. NDAയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വിമത പ്രശ്നം നിലനിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് എന്ന് നമുക്ക് പറയാം. കോട്ടയത്താണ് എന്ന് പറയാം. കോട്ടയത്താണ് NDAക്ക് 7 പേർ വിമതരായിട്ടുള്ളത്. ഇടുക്കിയിൽ LDFനെ സംബന്ധിച്ച് വിമത ഭീഷണി ഇടുക്കിയിലില്ല. UDFന് 7 പേർ
അവിടെ 7 ഇടത്ത് വിമതർ നിലയുറപ്പിച്ചിട്ടുണ്ട്. NDA സംബന്ധിച്ചും ഇടുക്കി സേഫാണ്, വിമത ശല്യമില്ല എന്ന് പറയാം. എറണാകുളത്ത് LDFന് 3 ഇടത്ത്, UDFന് 23 ഇടത്താണ് വിമതർ ഭീഷണിയാകുന്നത്. NDAക്ക് ഒരു വിമത ഭീഷണി. തൃശൂരിൽ LDF 15, UDF 28, NDA 2 എന്നതാണ്. തൃശൂരിലും UDFന് വെല്ലുവിളി ഉയർത്തുന്നത് വിമതരാണ്. പാലക്കാട് ആണ് LDFനെ സംബന്ധിച്ച് വിമതർ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത്. പാലക്കാടാണ്. പാലക്കാട് 41 ഇടത്താണ് LDFന് വിമത ഭീഷണിയുള്ളത്. UDFന് 27 ഇടത്ത്, NDAക്ക് 1 ഇടത്ത്. മലപ്പുറത്ത് LDFന് 8, UDFന് 9 എന്നതാണ് നില. കോഴിക്കോട് UDFന് 5 ഇടത്ത് വിമത ഭീഷണി. വയനാട് LDFന് വിമത ഭീഷണിയില്ല. UDFനെ സംബന്ധിച്ച് 12 ഇടത്ത് വിമതർ. കണ്ണൂരിൽ LDFന് 4, UDFന് 30 ഇടത്ത് വിമത ഭീഷണി. കാസർഗോഡ് LDFന് 5, UDFന് 13, NDAക്ക് 4 എന്നിങ്ങനെയാണ്. എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിലെ സാഹചര്യം നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും വലിയ വെല്ലുവിളിയാണ് ഈ വിമതരുടെ നില എന്നത് നമുക്ക് കാണാം. ഈ ഉള്ളൂർ, വാഴോട്ടുകോണം, ചെമ്പഴന്തി, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിൽ LDFന് വിമതർ ഭീഷണിയാകുന്നുണ്ട്. UDFന് പൗണ്ടുകടവ്, ഉള്ളൂർ, കഴക്കൂട്ടം, പുഞ്ചക്കരി, വിഴിഞ്ഞം എന്നിവിടങ്ങളിലാണ് വിമത ശല്യം രൂക്ഷമായിട്ടുള്ളത്. അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യമെങ്കിൽ പാലക്കാട്, മണ്ണാർക്കാട് LDFന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് PK ശശിയുടെ അനുയായികൾ CPMനെതിരെ മത്സരത്തിന് വരുന്നതാണ്. സംസ്ഥാനത്ത് പാലക്കാടാണ് LDFന് ഏറ്റവും വിമത ശല്യമുള്ളത്. അത് PK ശശി ഫാക്ടറാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നത് മനസ്സിലാകും. മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലെ 3 പഞ്ചായത്തുകളിലും വിമതരായി മത്സരരംഗത്തുള്ള ശശി അനുകൂലികൾ CPMന്റെ പരാജയം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ ഒരു ശക്തി പ്രകടനമാണ് PK ശശി ഉദ്ദേശിക്കുന്നത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടുവെങ്കിലും KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നുണ്ട് ശശി. അവിടെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിക്ക് ഈ രീതിയിലൊരു ഭീഷണി ഉയർത്തുന്നത്. വിമതർക്കെതിരെ മറ്റിടങ്ങളിൽ നടപടിയെടുത്ത CPM ശശിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും അവിടെ നടപടിക്ക് പോലും മടിച്ച് നിൽക്കുന്നു CPM എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്നാൽ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനാണ് UDF ഇറങ്ങുന്നത്. പക്ഷേ UDFന് ഏറ്റവും കൂടുതൽ വിമത ശല്യമുള്ള ഇടങ്ങളിലൊന്നാണ് എറണാകുളം എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസിലെ 13 റിബൽ സ്ഥാനാർത്ഥികൾ അവർക്ക് ഈ കോർപ്പറേഷൻ പിടിക്കുന്നതിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ ഡെപ്യൂട്ടി മേയർ മുതൽ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ വരെ വിമതരായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് എറണാകുളത്തെ സംബന്ധിച്ച് ഉള്ളത്. കോൺഗ്രസിന് കൂടിയാലോചനകളില്ലാതെ നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധമാണ് ഈ എറണാകുളത്ത് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്തി നിൽക്കുന്നത് എന്ന സാഹചര്യം കാണണം. എന്തായാലും വളരെയധികം കൂടിയാലോചനകളും നേരത്തെയുള്ള ഇടപെടലുകളുമൊക്കെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഇപ്പോഴും വിമതർ രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ ഇങ്ങനെയാണ് എന്നത് നമുക്ക് കാലങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. വളരെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഇതിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നത് നമുക്ക് കാണാം. എന്തായാലും വിമതരായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് K മുരളീധരൻ. അവരെല്ലാം പുറത്താക്കും പാർട്ടി എന്നതാണ് K മുരളീധരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ എന്നറിയാം. ആ ഘട്ടത്തിൽ വിമതരായി നിൽക്കുന്നവരോട് യാതൊരു തരത്തിലും അനുകമ്പ കാണിക്കില്ല എന്ന സൂചനയാണ് K മുരളീധരൻ നൽകുന്നത്. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോ വിവരം പറയണ്ട, ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ നോമിനേഷൻ ഡേറ്റ്. അപ്പോൾ ഇന്ന് മുതൽ പാർട്ടിയുടെ ഭാഗത്ത് നടപടികളുണ്ടാവും. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നതാണ് K മുരളീധരൻ പറയുന്നത്. എന്തായാലും
പലയിടത്തും പല തവണ ഈ വിമതരൊക്കെ മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ട്, അവരുടെ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പിണക്കം മാറ്റിവെച്ച് പാർട്ടികൾക്ക് അവരുടെ പിറകെ പോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഭരണം നിർണ്ണയിക്കുന്നതിൽ പോലും വിമതർ പ്രധാനികളാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് വിമതർ കാത്തുവെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ഫലം വരുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വലിയ ഭീഷണിയാണ് മുന്നണികൾക്ക് വിമതർ ഉയർത്തുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.